അടുത്തിരുന്ന ഒരു കുട്ടി പറയുന്നത് അവരുടെ വീടിൻ്റെ അടുത്തുള്ള വസ്തുവിൽ ഈ പള്ളിയിൽ അച്ഛൻ്റെ സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ അതുപോലും അവരവിടെ തർക്കം ഉണ്ടാക്കി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി എനിക്ക് പള്ളിയിൽ അച്ഛന് എതിരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെതിരാണ് അങ്ങനെ ഒന്നും പറഞ്ഞു കളയരുത്. എനിക്കെല്ലാം ഒരുപോലെയാണ്, ഭയങ്കര വിശ്വാസമാണ്. ആ പള്ളി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം വണ്ടിയിൽ പോകുമ്പോൾ എത്ര തവണ പോയി കഴിഞ്ഞാലും ഞാൻ അവിടെ ഒന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല. ഇതിപ്പോൾ പള്ളിയിൽ അച്ഛനായി കഴിഞ്ഞാലും അമ്പലത്തിൽ പ്രസംഗിക്കുന്ന പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകനായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യമേ നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മൾ വെറുതെ പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയും കൂടെ അതായിരിക്കണം. നമ്മൾ പറയുന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തി. ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് പറ്റുന്ന കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതല്ലാന്ന് ഉള്ള കാര്യങ്ങൾ ഞാൻ നോ പറയാറാണ് പതിവ്. ഞാൻ ചെയ്യാത്ത കാര്യം ആരോടും പറയാറുമില്ല, പറഞ്ഞു കൊടുക്കാറുമില്ല. നമ്മൾ വളരെ കുറച്ച് കാലമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊന്നും നമുക്കത് അറിയാൻ പറ്റത്തില്ല. കുറച്ച് ഏജ് അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ ദയവ് ചെയ്ത് വഴക്കിടാതിരിക്കുക. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരും വഴക്കിടാതിരിക്കാനൊന്നും പോകുന്നില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും ഒരു കമൻറ്റ് ഞാൻ ഇട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഒത്തിരി അധികം, ഇതിപ്പോഴൊന്നും അല്ല കേട്ടോ, 2-3 വർഷത്തിന് മുന്നേയാണ് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടെ കേട്ടപ്പോഴാണ് ഇതിങ്ങനെ പറയണമെന്ന് തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് ഓൺലൈൻ വാങ്ങിയതാണ്. ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ചെറുതായിട്ടൊരു വർക്ക് വരുന്നുണ്ട്. ഇതൊരു കോഡ് സെറ്റാണ്, ടോപ്പ് മാത്രമല്ലൊരു കോഡ് സെറ്റാണ്. ഞാനിതിൻ്റെ പാൻറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, വേറെ ഏതെങ്കിലും പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാറുണ്ട്. കയ്യിൽ ആ ഒരു വർക്ക് വരുന്നില്ല, ഈ ഒരു നെക്കിൽ മാത്രമേ വരുന്നുള്ളൂ. വീനക്കാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്, ഇപ്പോൾ വാങ്ങിയതൊന്നും അല്ല, കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കോട്ടൺ ആണ്. ഇത് കഴുകിയിട്ടൊന്നും ഈ കളറൊന്നും പോലെ നിങ്ങൾ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി പേര് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഭയങ്കര ക്വാളിറ്റിയാണ്. എത്ര കഴുകി കഴിഞ്ഞാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എന്തായാലും ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സ്നേഹത്തോടെ ജീവിക്കുക. ബൈ.